സാറിനോട് വിശ്വാസവഞ്ചന കാണിച്ചു എന്നുള്ള ചിന്ത ഇപ്പോഴും സാറിന്റെ മനസ്സിൽ നിന്ന് മാറിയിട്ടില്ലെന്ന് എനിക്കറിയാം. ഞാനിനി ഒന്നും പറയാൻ നിൽക്കുന്നില്ല. ചേച്ചി, ചേച്ചി എന്താടാ? ചേച്ചിക്ക് ഇവിടെ ഇങ്ങനെ ഫോണിൽ കുത്തി കളിച്ചോണ്ടിരുന്നാ മതിയല്ലോ. അതെ, ഒരുത്തനോട് അറക്കവാളിന്റെ അടിയിൽ തല കൊണ്ട് വെച്ച മട്ടിൽ നിൽക്കുമ്പോഴാ ചേച്ചിയുടെ കളി. എന്താടാ പ്രതാപ, നീ എന്തിനാ ഇങ്ങനെ കിടന്ന് കയറ് പൊട്ടിക്കുന്നേ? ചേച്ചി, ആ ബ്ലേഡുകാരുടെ ഫോൺ വിളി കാരണം എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. ഒരു സമാധാനം കിട്ടുന്നില്ല. അവന്മാരുടെ കയ്യിൽ നിന്ന് വാങ്ങി ചീട്ട് കളിച്ച പണം ഉടനെ അവന്മാർക്ക് തിരിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ അവന്മാർ ഇങ്ങോട്ട് കയറി വരും. എന്റെ കഴുത്തിന് പിടിച്ച് എന്നെ ഇവിടുന്ന് കൊണ്ടുപോകും. എടാ, അത് കൊടുക്കാം. കൊടുക്കാന്ന് പറഞ്ഞൊരു കാര്യമുണ്ടോ? കൊടുക്കണ്ടേ? ചേച്ചി, ദേ എന്റെ മാനോ ജീവനും ഇപ്പൊ ചേച്ചിയുടെ കയ്യില. ആ പൈസ കൊടുത്തില്ലെങ്കിൽ പിന്നെ ചേച്ചി വിളിക്കാൻ ഈ പ്രധാനം ഉണ്ടാവില്ല കേട്ടോ. എടാ പ്രതാപ, നീ അവരോട് ഒരു ദിവസം കൂടി ക്ഷമിക്കാൻ പറ. ഒരു ദിവസം മതി. അതിനുള്ളില് വിശാലിന്റെ കയ്യിൽ നിന്ന് 30 ലക്ഷം ഞാൻ നിനക്ക് വാങ്ങിത്തരാം. ശരി, പറഞ്ഞു നോക്കാം. അല്ലാതെ ഇപ്പൊ വേറെ വഴിയൊന്നുമില്ലല്ലോ. ചേച്ചി, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പണം ചോദിക്കുമ്പോ സൂക്ഷിക്കണം. പണം ചോദിക്കുമ്പോ ആ പാർവതി അവിടെ ഉണ്ടാവരുത്. പാർവതി അവിടെ ഉണ്ടെങ്കിൽ അവള് പണം തരാൻ സമ്മതിക്കില്ല. അവൾ എന്തെങ്കിലും കുനുഷ്ട് വെപ്പിച്ച് നമ്മുടെ പ്ലാൻ പൊളിക്കാൻ നോക്കും. എടാ, ഇത്തവണ അതൊന്നും നടക്കില്ല. ഈ പ്രഭാവതി ആരാണെന്ന് അവളും ഒപ്പം നീയും കാണും. നാളെ വരെ ഒന്ന് ക്ഷമിക്കടാ. വിശാൽ സർ, സർ, എനിക്ക് തെറ്റുപറ്റിപ്പോയി. പല്ലിനെ കാണിച്ച കള്ളത്തരത്തെക്കുറിച്ച് സാറിനോട് പറയാതിരുന്നത് വലിയ തെറ്റ് തന്നെയാ. അതിലെനിക്ക് തീരാത്തത്ര കുറ്റബോധമുണ്ട്. ചെയ്തു പോയ തെറ്റ് ഞാൻ എങ്ങനെയാ തിരുത്തേണ്ടത്? സാർ അതൊന്ന് പറയണം. സാറ് പറയുന്നത് എന്തും ഞാൻ ചെയ്യാം. ഇനി അതിന്റെ പേരിൽ സാറിന് എന്നെ തല്ലണമെങ്കിൽ തല്ലാം. ഞാൻ നിന്ന് തരാം. എങ്ങനെ വേണമെങ്കിലും സാറിന് എന്നെ ശിക്ഷിക്കാം. അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും സാറിനുണ്ട്. പക്ഷേ എന്നോടിങ്ങനെ സംസാരിക്കാതിരിക്കരുത്. സാറ് മിണ്ടാതിരുന്ന, പിണങ്ങിയിരുന്ന എനിക്കത് സഹിക്കില്ല. പാർവതി, എൻ്റെ ഉള്ളിലെ വിഷമം കാരണം എനിക്ക് തന്നോട് സംസാരിക്കാൻ സാധിക്കാത്തത്. താൻ എങ്ങനെയാ കുറ്റക്കാരിയാവുന്നത്? ഇങ്ങനെ ചീത്തപ്പേര് കേൾക്കുന്നത്? ഞാനും താനും ഒന്നാണ്. തനിക്കുണ്ടാവുന്ന നല്ലതും ചീത്തയും എന്നെയും ബാധിക്കുന്നതാണ്. നീ എങ്ങനെ സങ്കടപ്പെടുന്നുവോ അത്രത്തോളം സങ്കടം
എനിക്കുമുണ്ട്. താൻ കരയുന്നു, ഞാൻ കരയുന്നില്ല. പറയാനുള്ളത് മുഴുവൻ ഞാൻ കുറച്ചു മുമ്പ് തന്നോട് പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പിണക്കമൊന്നുമില്ല. ഇനി ഒരിക്കലും ഇതുപോലെ ഒന്നും സംഭവിക്കരുത്. അത് മാത്രമേ എനിക്കിപ്പോഴും തന്നെ ഓർമ്മപ്പെടുത്താനുള്ളൂ. ഇല്ല സർ, ഇനി ഒരിക്കലും എൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു പ്രവൃത്തി ഉണ്ടാവില്ല. സാറിനെ ഇനി ഒരു തരത്തിലും ഞാൻ വിഷമിപ്പിക്കില്ല. സാറ് തന്ന ഭിക്ഷയാണ് എൻ്റെ ഈ ജീവിതം. അതെന്നും സാറിന് വേണ്ടി മാത്രമായിരിക്കും. ഇനി സാറിനെ മറച്ചു വെച്ച് ഒന്നും ഞാൻ ചെയ്യില്ല. സത്യം. ഇവർ തമ്മിൽ നിന്ന് പിണങ്ങി പിരിയുന്ന ഞാൻ കരുതിയത്. അതുണ്ടായില്ലല്ലോ. വിശാൽ സാറിനെ സമ്മതിക്കണം. ചേച്ചി ഒരു തെറ്റ് ചെയ്തിട്ടും സാറ് ചേച്ചിയോട് പുറത്തല്ലോ. ഇതുപോലെ വിപിൻ സാറും എന്നോട് പുറത്താ മതിയായിരുന്നു. ഈ വീട്ടിലിപ്പോ എല്ലാവർക്കും സത്യം ബോധ്യമായ സ്ഥിതിക്ക് ഇനി തൊട്ട് എല്ലാം ക്ലിയറാ. വിപിൻ സാറിനൊപ്പം ജീവിക്കാൻ ഒരു പ്രശ്നവും ഇല്ല. വിപിൻ സാറെ, വിപിൻ സാറെ തിരിഞ്ഞു കിടക്കാണോ? ഇങ്ങോട്ടൊന്ന് നോക്കി. ഇങ്ങോട്ടൊന്ന് നോക്കിയേ വിപിൻ സാറെ. ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണ് അടുത്തു വന്ന് കിടന്നിട്ടും സാർ എന്താ ഒന്ന് തിരിഞ്ഞു നോക്കാത്തെ? എന്താ ഒരു മടി? സാറേ ഇങ്ങോട്ട് തിരിഞ്ഞു കിടന്നേ. ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്കാൻ. വിപിൻ സാർ ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞേ. എന്താ വിപിൻ സാർ ഇത്? വിപിൻ സാറ് ഇതെന്താ സാറേ? ഞാൻ അടുത്തേക്ക് വരുംതോറും സാറ് നീങ്ങി നീങ്ങി പോകുന്നേ. ഇങ്ങനെ പേടിച്ച് നീങ്ങി കിടക്കാൻ ഞാനെന്താ പാമ്പോ മറ്റാണോ? പാമ്പ് നിന്നെക്കാൾ എത്രയോ ഭേദോ.
അതിന് വിഷമുണ്ടെന്ന് നേരത്തെ തന്നെ അറിയാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് കരുതിയിരിക്കാം. പക്ഷെ നീ അങ്ങനെയല്ലല്ലോ. സാറേ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. സത്യം എല്ലാരും ഇപ്പൊ അറിഞ്ഞും കഴിഞ്ഞു. പിന്നെ എന്തിനാ ഒരു അകൽച്ച? ദേ, സാർ ഇങ്ങോട്ടൊന്ന് ചേർന്നിരുന്നേ. ചേർന്ന് കിടക്കാനൊന്നും പറ്റില്ല. ചേർന്നിരിക്കാൻ പറ്റില്ലെന്നോ? എന്താ കുഴപ്പം? കുഴപ്പമുണ്ട്. അങ്ങനെയാണെങ്കിലേ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണുന്നതാവും ഉത്തമം. എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല. എന്നെ കുറിച്ചേ എനിക്ക് നല്ല ധാരണയുണ്ട്. വിപിൻ സാറേ, ഇഷ്ടമില്ലാത്ത കല്യാണവും താല്പര്യമില്ലാത്ത ജീവിതവും നരകത്തിന് തുല്യ. ഈ നരക ജീവിതം എനിക്ക് വേണ്ട. അത് അനുഭവിക്കാൻ എന്നെ കിട്ടില്ല. എന്റെ വിപിൻ സാറേ, എത്ര നാളിങ്ങനെ നിങ്ങൾ എന്നിൽ നിന്ന് ഓടി ഒളിക്കും? എത്ര നാള് നിലത്ത് കിടക്കും? പെണ്ണ് ഒരു കാന്തമാണ് സാറേ. അവളെ വിചാരിച്ചാലേ ഏതിളകാത്ത മനസ്സിനെയും ആകർഷിച്ച് അവളിലേക്ക് അടുപ്പിക്കും. സാർ അതറിയാൻ പോകുന്നേ ഉള്ളൂ. രാവിലെ മുതൽ ഫോൺ ഓഫാക്കി വെച്ചതുകൊണ്ട് കടം തന്നവന്റെ ശല്യത്തിനൊരു കുറവുണ്ട്. അല്ലെങ്കിൽ സൗകര്യം തരാതെ വിളിച്ചോണ്ടേ ഇരിക്കുകയായിരുന്നല്ലോ. പണം കൊടുക്കുമല്ലോ, അത് പറഞ്ഞ അയാൾക്ക് മനസ്സിലാവണ്ടേ. ഇന്ന് തന്നെ അത് കൊടുക്കണം, അല്ലെങ്കിൽ പണി പാളും. വെട്ടൊന്ന് മുറി രണ്ടെന്ന കക്ഷിയാ. അവൻ പിന്നെ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. പറഞ്ഞു തീർന്നില്ല. എത്തിയോ? ഫോൺ ഓഫ് ചെയ്ത് വെച്ചപ്പോ നേരെ ഇങ്ങോട്ട് തന്നെ കയറി വന്നോ? കാലേ വണക്കണ്ണ. എടാ പ്രതാപ, എന്തോ നിന്റെ തെണ്ടിത്തരം നീ എന്നോട് കാണിക്കരുത്. പതുക്കെ. നിന്നെക്കാളും വലിയ ഫ്രോഡുകളെ കണ്ടവനാടാ ഈ ഞാൻ. എന്താടാ നീ ഫോൺ ഓഫ് ചെയ്ത് വെച്ചേ? രക്ഷപ്പെടാന്ന് വിചാരിച്ചോ? അണ്ണാ കൈയെടുക്കണ അണ്ണാ, പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. കൈയെടുക്ക്. അതെ, ഫോൺ ഞാൻ മനഃപൂർവ്വം ഓഫ് ചെയ്ത് വെച്ചൊന്നുമല്ല. രാവിലെ നോക്കിയപ്പോഴേ ഫോൺ വർക്കാവുന്നില്ല. എന്തോ കംപ്ലൈന്റാ. ഇല്ലെങ്കിൽ അണ്ണനെ ഞാൻ അങ്ങോട്ട് വിളിക്കത്തില്ലായിരുന്നു. ആ ഫോണിന്റെ കേസ് കേട്ട അവിടെ നിൽക്കട്ടെ. എന്റെ പണം എവിടെ? പണം എടുക്കടാ. അണ്ണാ, പണം ഇന്ന് റെഡിയാവും. അങ്ങനെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എനിക്കിപ്പോ എന്റെ കാശ് വേണം. കാശ് തരാന്നേ. അണ്ണാ ഒന്ന് വെയിറ്റ് ചെയ്യ്. ഇനിയും വെയിറ്റ് ചെയ്യാനോ? അതിനൊന്നും എനിക്ക് പറ്റില്ല. പണം ഇപ്പൊ തന്നെ എനിക്ക് കിട്ടണം. അണ്ണാ, അണ്ണാ ഇത്തിരി ഒന്ന് വെയിറ്റ് ചെയ്യുന്നേ. ഒരു മണിക്കൂർ മതി, അത്ര മതി. അണ്ണൻ ഒന്ന് പോയി ഒരു കറക്കമൊക്കെ കറങ്ങിയിട്ട് വരുമ്പോഴേക്കും പണം റെഡി ആയിരിക്കും. ഇപ്പൊ ചെല്ല്. എന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വാ. ചെല്ല്. 1 മണിക്കൂർ കഴിഞ്ഞ് വന്നാ പണം കിട്ടുമെന്ന് ഉറപ്പാണല്ലോ? ഉറപ്പാണ്. അണ്ണനാണോ സത്യം? അണ്ണൻ ചെല്ല്. ശരി, ഞാൻ പോയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് വരാം. അന്നേരം നീ വല്ല അവധിയും പറഞ്ഞ? ഇല്ല, പറയില്ല. പ്രതാപ, പിന്നെ നീ കാണുന്നത് ഞങ്ങളുടെ ഗോഡൌണിലായിരിക്കും. ഇല്ല, പോയിട്ട് വാ. പറയില്ല. അറിയാലോ, വെറുതെ അവരുടെ കൈക്ക് പണിയുണ്ടാക്കരുത്. അറിയാം. 1 മണിക്കൂർ. അണ്ണാ, സൂക്ഷിച്ചിട്ട് പോണേ. പാണ്ടിലോറിയൊക്കെ പോകുന്ന റോഡാ. ഓ, ചേച്ചി, ഒരു മിനിറ്റ്.
എന്താ പ്രതാപ? ചേച്ചി അയാൾ വന്നു. ആര്? ആരാ വന്നത്? ആ ബ്ലേഡിന് പണം തന്നവൻ. അയക്ക് ഇന്നും കൊടുക്കാന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് അയാൾ രാവിലെ തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തു. ഹം. എന്നിട്ട് അയാൾ എവിടെ? പുറത്ത് നിൽക്കുവാണോ? ഇല്ല, തൽക്കാലത്തേക്ക് അയാളെ ഞാൻ പറഞ്ഞു വിട്ടിരിക്കുക. 1 മണിക്കൂറിനുള്ളിൽ പണം തിരികെ കൊടുക്കാന്ന് വാക്ക് പറഞ്ഞിരിക്കുക. 1 മണിക്കൂറിനകത്ത് തിരികെ കൊടുത്തേ മതിയാവും. എടാ, ഇല്ലെങ്കിൽ വിഷയം വഷളാവും ചേച്ചി. ചേച്ചി ഇങ്ങനെ നോക്കി നിൽക്കുന്ന ചെല്ലിയേ 30 ലക്ഷം ഒപ്പിച്ചോണ്ട് വാ. നീ ഇങ്ങനെ പിടയ്ക്കാതടാ. പണം ഞാൻ ഒപ്പിച്ചുതരാം. നീ ഒന്ന് സമാധാനപ്പെട്. ഇനി അധികം സമാധാനത്തിൽ പറ്റത്തില്ല. ഇപ്പൊ തന്നെ പണം കിട്ടണം. ശരി ശരി, നീ ഒന്ന് വെയിറ്റ് ചെയ്യ്. മോളെ പല്ലവി, എന്താ അമ്മേ? നീ ഇവിടുത്തെ ജോലികളൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? അല്ല മോളെ, ഇതിന് നിനക്ക് എത്ര ശമ്പളമാ വേണ്ടത്? ശമ്പളോ? അമ്മ എന്താ അങ്ങനെ പറഞ്ഞത്? ശമ്പളത്തിന് വേണ്ടിയാണ് ഞാൻ ഈ ജോലിയൊക്കെ ചെയ്യുന്നത്. നിന്നെ ഇപ്പൊ കണ്ടിട്ടേ എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. ഇവിടുത്തെ ഒരു വീട്ടുജോലിക്കാരിയെ പോലെയല്ലേ ഇപ്പൊ നീ ഇവിടെ കഴിയുന്നത്? അമ്മേ, ആ ദേ, ഞാൻ പറഞ്ഞതില് നിനക്ക് വിഷമൊന്നും തോന്നണ്ട. നിന്റെ കോലം ഇപ്പൊ അതാ. നിന്നെ കണ്ട ഇപ്പൊ ഈ കുടുംബത്തിലെ മരുമോളാണെന്ന് തോന്നുകയില്ല. അമ്മ, അതിന് ഞാൻ എടി, നിന്റെ കഴുത്തില് ഈ മാലയല്ലാതെ കയ്യിലോ ദേഹത്തോ ഒരു തരി സ്വർണമെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. കഷ്ടം. നിന്റെ തലയ്ക്ക് മീതെ ഭാഗ്യം ഉദിച്ചു നിന്ന നേരത്താ എന്റെ മോൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയത്. അതുകൊണ്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്ക് നിന്നെ എന്റെ മരുമോളായി അംഗീകരിക്കേണ്ടി വന്നു. അല്ലാതെ ഈ കുടുംബത്തിലെ മരുമോളാവാൻ വേണ്ട എന്തെങ്കിലും സ്വത്തോ വകകളോ നിനക്കുണ്ടോ? അറ്റ്ലീസ്റ്റ് കുറച്ച് പണമോ പൊന്നോ എന്തെങ്കിലും വേണ്ടേ? അതെനിക്കറിയാമേ. അമ്മയുടെ മരുമകളാകാൻ വേണ്ട പൊന്നോ പണോ ഒന്നും എനിക്കില്ല. എനിക്കിതില് വലിയ വിഷമമുണ്ട്. പക്ഷെ അമ്മ മനസ്സ് വെച്ചാലേ എന്റെ കുറവ് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ വിചാരിച്ചാലോ അതെങ്ങനെയാ മാറ്റിയെടുക്കാവുന്നത്? അമ്മയുടെ അഭിമാനത്തിനും പ്രൗഢിക്കും അനുസരിച്ച് ഞാൻ ഉയരങ്ങളിലെത്തണമെങ്കിൽ അമ്മ അമ്മയുടെ കയ്യിലുള്ള സ്വർണത്തിൽ നിന്ന് കുറച്ച് സ്വർണം എനിക്ക് തരണം. സ്വർണം മാത്രം പോരാ. സമൂഹത്തിന്റെ മുന്നില് എനിക്കൊരു വില ഉണ്ടാവണമെങ്കിലേ ഒരു പദവിയും വേണം. പദവിയോ? ആ അതെ. ഒരു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത എന്റെ ചേച്ചിയെ വിശാൽ സാറ് കമ്പനിയുടെ ചെയർപേഴ്സൺ ആക്കിയില്ലേ? എന്നെ അതുപോലെ ചെയർപേഴ്സൺ ആക്കണമെന്നൊന്നും ഞാൻ പറയില്ല. കമ്പനിയിൽ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തന്നാ മതി, ഞാനത് ഭംഗിയായിട്ട് ചെയ്തോളാം. നീ ആള് കൊള്ളാവല്ലോ മോളെ. അമ്മയൊന്നും പറഞ്ഞില്ല. പല്ലവി, നീ ആവശ്യപ്പെട്ടതുപോലെ എല്ലാം നിനക്ക് ചെയ്തു തരണമെന്നുണ്ട്. പക്ഷേ ഇതൊന്നും എന്റെ കയ്യിലല്ല. എല്ലാം നിന്റെ ചേച്ചി പാർവതിയുടെ കയ്യിലാ. ഇപ്പൊ ഈ വീട്ടില് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിന് നിന്റെ ചേച്ചിയുടെ പെർമിഷൻ വേണം. അവളുടെ സമ്മതം ഇല്ലാതെ ഒന്നും നടക്കില്ല. ഇവിടുന്ന് പൊന്നു തരണമെങ്കിലും അവള് തന്നെ പറയണം. കമ്പനിയിൽ എന്തെങ്കിലും ജോലി വേണമെങ്കിലോ അവൾ ഒപ്പിടണം.
അതുകൊണ്ട് നീ ഇതൊക്കെ നിന്റെ ചേച്ചിയോട് നേരിട്ട് ചോദിക്കുന്നതല്ലേ നല്ലത്. നിന്റെ ചേച്ചിയല്ലേ പല്ലവി പാർവതി? നിനക്ക് വേണ്ടിയല്ലേ അവള് ജീവിക്കുന്നത് തന്നെ. നിന്റെ ജീവിതം നന്നായി കാണണമെന്നല്ലേ അവളുടെ ആഗ്രഹവും. അപ്പോ നിന്റെ ആവശ്യങ്ങളെല്ലാം നീ അവളോട് പറഞ്ഞാൽ അവളതെല്ലാം സമ്മതിക്കില്ലേ? സമ്മതിക്കും. ഞാൻ ചോദിച്ചാ ചേച്ചി ഇതൊക്കെ എനിക്ക് വേണ്ടി ചെയ്തു തരും. ആ, എന്നാ നീ ഇതൊക്കെ ചേച്ചിയോട് ചോദിച്ചു മേടിക്ക. ഞാൻ ചേച്ചിയോട് ചോദിച്ച് വാങ്ങിച്ചോളാം. ഇപ്പൊ ചേച്ചി അനിയത്തിയും തമ്മില് അടി തുടങ്ങും. പാർവതി എന്തായാലും ഇവൾക്ക് സ്വർണവും കൊടുക്കില്ല, ജോലിയും കൊടുക്കില്ല. ഇപ്പൊ അറിയാം